Dear students, welcome to mathematics class. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പേഴ്സ് ഓഫ് ഇക്വേഷൻസ്. ആ പേഴ്സ് ഓഫ് ഇക്വേഷൻസിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനെ ഫോളോ ചെയ്ത് പേജ് 36 വരുന്ന എക്സസൈസിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ 1 by 1 ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The questions in page 36. Okay. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The first question, in a rectangle of a perimeter 1 meter, one side is 5 centimeters longer than the other. What are the lengths of the sides? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 1 meter ആണ്. ഓക്കെ, അതിൽ വൺ സൈഡ് ഈസ് 5 centimeters ലോങ്ങർ ദാൻ ദി അതർ. ഒരു സൈഡ് മറ്റതിനേക്കാൾ 5 centimeter കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ബ്രെഡ്ത്തിനേക്കാൾ 5 centimeter കൂടുതലാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ഉണ്ടാവും ബ്രെഡ്ത്തും ഉണ്ടാവും. അതിൽ ലെങ്ത്താണ് കൂടുതൽ നീളം ഉണ്ടാവുക. സോ ഒരു സൈഡ് 5 centimeter കൂടുതലാണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലെങ്ത്. ഓക്കെ, ദി അതർ സൈഡ് ഈസ് ബ്രെഡ്ത്ത്. ആൻഡ് ദ പെരിമീറ്റർ ഈസ് 1 meter. ദെൻ വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്? അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡ്സിൻ്റെയും ലെങ്ത്സ് എന്തെല്ലാമാണ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 100 centimeter. ഓക്കെ, 1 meter മീൻസ് 100 centimeter. ഇതിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 5 centimeter കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ എക്സ് എന്ന് എടുക്കുക. നമുക്ക് ബ്രെഡ്ത്ത് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് വിൽ ബി എക്സ് പ്ലസ് 5. ഇനി ലെങ്ത്താണ് എക്സ് എന്ന് എടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ 5 centimeter കുറവായിരിക്കും ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് എടുക്കുക എന്താണ്? എക്സ് മൈനസ് 5 എന്നാണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ലെങ്ത്ത് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ബ്രെഡ്ത്ത് വിൽ ബി എക്സ് മൈനസ് 5 ബിക്കോസ് ലെങ്ത്ത് ഈസ് 5 centimeter മോർ ദാൻ ദ ബ്രെഡ്ത്ത്. ഇനി ബ്രെഡ്ത്ത് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത്ത് ഈസ് എക്സ് പ്ലസ് 5 അങ്ങനെ എടുക്കുക. ഈ രണ്ട് രീതിയിൽ എടുത്തുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്. മീൻസ് ലെങ്ത്സ് മെഷർ ഓഫ് ദ ലെങ്ത്ത് ആൻഡ് മെഷർ ഓഫ് ദ ബ്രെഡ്ത്ത് രണ്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് എങ്ങനെയാണ്? ബ്രെഡ്ത്ത് ഈസ് എക്സ് ആൻഡ് ലെങ്ത്ത് ഈസ് എക്സ് പ്ലസ് 5. രണ്ട് മറ്റത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. എന്നിട്ട് സെയിം മെഷേഴ്സ് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് യു ക്യാൻ ചെക്ക്. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത്. സോ പെരിമീറ്റർ ഈസ് ഗിവൺ ടു ബി 1 meter. 1 meter means 100 centimeter. Okay, perimeter means length plus breadth plus length plus breadth. That means 2 length plus 2 breadth. Or we can say that length plus breadth into 2 times. Okay, sum of length and breadth അതിൻ്റെ 2 times is what? Perimeter. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം എടുത്തു കഴിഞ്ഞാൽ the sum of 1 length and 1 breadth will be what? Half of perimeter. Okay, so we take what? Breadth is equal to x. Therefore length is x plus 5. Okay, perimeter is 1 meter. 1 meter means 100 centimeter. Okay, length plus breadth is equal to perimeter by 2, half of a perimeter. That is length is x plus 5 plus breadth is x, and that's equal to perimeter is 100 and that by 2, that's equal to 50 centimeter. Okay, അപ്പോൾ x plus 5 plus x is equal to 50 എന്ന് കിട്ടി. x plus x means 2x. Okay, 2x plus 5 is equal to 50. We get the equation 2x plus 5 is equal to 50. Okay, there are two operations. One is multiplication, the other one is addition. So multiplication first, then addition. Therefore we do the inverse operations like this. That is, first we'll do subtraction, then we'll do division. Okay, inverse of addition is subtraction, inverse of multiplication is division.
കേട്ടില്ലേ? ഇവിടെ പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നു, ഇവിടെ അഡീഷൻ വരുന്നു. അപ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്തതിന് ശേഷം 50 മൈനസ് 5. അപ്പോൾ ഇവിടെ 2x മാത്രം ബാക്കിയാവും. 2x means 2 into x. Therefore, x is equal to this divided by 2. Okay, divided by 2. That is equal to x. So, we got x is equal to 50 minus 5 by 2. 50 minus 5 is 45. 45 by 2 is equal to 22 and half. So, we get what? X is equal to 22 and half. If x is 22 and half, this is breadth. Okay. Then x plus 5 is equal to 22 and half plus 5. That is 27 and half. Okay. So, we get what? Length is equal to 27 and half and breadth is equal to 22 and half. So, 27 and half plus 22 and half will be 50. And this will be 50. The sum of the length of these two sides will be 50. So, 50 plus 50 is equal to 100. Okay. So, we write length is equal to 27 and half centimeter and breadth is equal to 22 and half. ഈ 22 and half എന്നുള്ളതിന് പകരം നമുക്ക് 22.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇതിനെ അതേപോലെ തന്നെ 27.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് അതേപോലെ മാറ്റി എഴുതാവുന്നതാണ്. So, we got the answer for the first question. Okay, first question was, there is a rectangle, its length is 5 centimeter more than the breadth, or one side is 5 centimeter more than the other side, and perimeter is given to be 1 meter. 1 meter is equal to 100 centimeter. Then what are the measures of length and breadth? That was the question, and we got the answer for that question. Now we can move to the second one. So, this one we have done what? Answer for the question 1. Okay, next we do second question. Okay, answer for the second question. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്ലാസ് ഹാസ് 4 more girls than boys. ഒരു ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ടോ അതിനേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലാണ്. ഓക്കെ, ഓൺ എ ഡേ വെൻ ഓൺലി 8 boys were absent, the number of girls was twice that of the boys. ഒരു ദിവസം എന്ത് സംഭവിച്ചു? 8 ബോയ്സ് ആബ്സെൻ്റ് ആയി. 8 ബോയ്സ് ആബ്സെൻ്റ് ആയപ്പോൾ അന്നുള്ള ബോയ്സിൻ്റെ എണ്ണം എത്രയാണോ അതിൻ്റെ ട്വൈസ്, അതിൻ്റെ 2 times ആയി മാറി അന്ന് വന്ന ഗേൾസിൻ്റെ എണ്ണം. പക്ഷേ ഗേൾസ് അന്ന് എല്ലാവരും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഗേൾസ് ആബ്സെൻ്റ് ആയിരുന്നെങ്കിൽ ഇത്ര ഗേൾസ് ആബ്സെൻ്റ് ആണെന്ന് പറയാം. അങ്ങനെ പറയാത്തതുകൊണ്ട് ആദ്യം എത്ര ഗേൾസ് ആണുള്ളത് അത്ര ഗേൾസ് ഈ ദിവസവും ഉണ്ട്. അതായത് 8 ആൺകുട്ടികൾ ആബ്സെൻ്റ് ആയ ദിവസവും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ ബോയ്സ്. ഹൗ മെനി ഗേൾസ് ആൻഡ് ബോയ്സ് ആർ ദർ ഇൻ ദ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട് എത്ര ഗേൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബോയ്സിൻ്റെ എണ്ണം അതല്ലെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം എനി വൺ ഓഫ് ദീസ് 2 മസ്റ്റ് ബി ടേക്കൺ ആസ് എക്സ്. ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എക്സ് എന്ന് എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ്. അത് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ബോയ്സിനേക്കാൾ 4 കൂടുതലാണ്. സോ എക്സ് പ്ലസ് 4 girls are there. There are x plus 4 girls. Okay, അപ്പോൾ ഒരു ദിവസം എന്ത് സംഭവിച്ചു? 8 boys absent ആയി. ഓക്കെ, സോ ഓൺ എ ഡേ when 8 boys were absent, 8 ആൺകുട്ടികൾ ആബ്സെൻ്റ് ആയ ദിവസം, അന്നത്തെ ദിവസം നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എക്സ് ഉണ്ടാവില്ല. എക്സിനേക്കാൾ 8 കുറവായിരിക്കും. എക്സ് മൈനസ് 8 ആയിരിക്കും. എന്നാൽ അന്ന് ഗേൾസിൻ്റെ എണ്ണത്തിൽ ദർ ഇസ് നോ ചേഞ്ച്. സോ നമ്പർ ഓഫ് ഗേൾസ് ഈസ് എക്സ് പ്ലസ് 4.
പക്ഷേ അന്നുള്ള പ്രത്യേകത, അന്നുള്ള നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, നമ്പർ ഓഫ് ഗേൾസ് ഈസ് ട്വൈസ് നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ബോയ്സിൻ്റെ ട്വൈസ് ആണ്. എത്ര ആൺകുട്ടികളുണ്ടോ അതിൻ്റെ ഡബിൾ, അതിൻ്റെ 2 ടൈംസ് ആണെന്ന് അന്ന് നമ്പർ ഓഫ് ഗേൾസ്. ഓക്കെ, അപ്പോൾ വി ഗെറ്റ് ദി ഇക്വേഷൻ വാട്ട്? നമ്പർ ഓഫ് ഗേൾസ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് 4. അവിടെ ചേഞ്ച് ഇല്ല. അതെന്താണ്? ഈസ് 2 ടൈംസ് ഓഫ് നമ്പർ ഓഫ് ബോയ്സ്. അന്ന് വന്ന നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? x-8 ആണ്. അതിൻ്റെ 2 ടൈംസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 2. ഓക്കെ, നമ്പർ ഓഫ് ബോയ്സ് ഓൺ ദാറ്റ് ഡേ ഇൻറ്റു 2. ദാറ്റ് മീൻസ് 2 ടൈംസ് ഓഫ് നമ്പർ ഓഫ് ബോയ്സ്. That is equal to what? Number of girls. So we got an equation x plus 4 is equal to 2 into x minus 8. പിന്നെ ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക മീൻസ് എവറി ടേം ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഔട്ട് സൈഡ്. ഓക്കെ, ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സോ 2 into x is 2x, 2 into minus 8 is minus 16 and here we got x plus 4. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, നമ്പറൊക്കെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഈ 2x ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എക്സ് മൈനസ് 2x നാവും. എക്സ് മൈനസ് 2x ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ -16 ഉണ്ട്, -16. ഈ 4 അങ്ങോട്ട് പോയാൽ -4 എന്ന് വരും. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ 2x ഇവിടെ വെച്ചിട്ട് ഈ എക്സ് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 2x മൈനസ് എക്സ്, ഇവിടെ 2x മൈനസ് എക്സ് നാവും. ഇവിടെ 4 ഉണ്ട്, ഈ -16 ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 4 + 16 എന്നായി മാറും. അപ്പോൾ നമ്പേഴ്സ് എല്ലാം ഇവിടെ വരും, എക്സ് ഒക്കെ മറ്റേ സൈഡിൽ വരും. വി ക്യാൻ ഡു ഇൻ എനി ഓഫ് ദ 2 വേസ്. ഓക്കെ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വഴിയിൽ മാർഗത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വിഷമമുള്ള രൂപത്തിലുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അതുകൊണ്ടോ. ഓക്കെ, അതുകൊണ്ട് എക്സ് ഞാൻ ഇവിടെ തന്നെ വെക്കുന്നു. എക്സ് ആൻഡ് ദിസ് 2x is taken to this side, this is positive, so when taken to this side it becomes negative, so x minus 2x. then now 2 x terms are on left side. okay, x terms ഒക്കെ ഇവിടെ വന്നു, ലെഫ്റ്റ് സൈഡിൽ വന്നു. സോ ഈക്വൽ ടു സൈൻ. റൈറ്റ് സൈഡിൽ ഇതില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് റിട്ടൺ ഫസ്റ്റ്, -16. പിന്നെ ഇവിടെയുള്ള ഈ +4 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. സോ ദാറ്റ് ഈസ് -4. എക്സ് മൈനസ് 2x എന്ന് പറഞ്ഞാൽ 1x മൈനസ് 2x എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 ഈസ് -1. സോ -1x ദാറ്റ് മീൻസ് -x എന്ന് കിട്ടും. -16 -4 ഈസ് ഈക്വൽ ടു -20 എന്ന് കിട്ടും. ഇങ്ങനെ -20. സോ -x ഈക്വൽ ടു -20 അല്ലെങ്കിൽ -x ഈക്വൽ ടു -20 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ടേം, ഇവിടെ ഒരു ടേം, രണ്ട് ടേംസും എന്താണ്? നെഗറ്റീവ് ടേംസ് ആണെങ്കിൽ രണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് നെഗറ്റീവ് സൈൻ ഒഴിവാക്കാം. സോ വി ഗെറ്റ് വാട്ട്? x ഈസ് ഈക്വൽ ടു 20. അപ്പോൾ x 20 എന്ന് കിട്ടി. വാട്ട് ഈസ് x? x ഈസ് നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് 20 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് നമ്പർ ഓഫ് ഗേൾസ്? സോ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 4 ആണ്. എക്സ് പ്ലസ് 4, എക്സ് ഈസ് 20. അപ്പോൾ 20 + 4 ദാറ്റ്സ് ഈക്വൽ ടു 20 + 4 ഇസ് ഈക്വൽ ടു 24 എന്ന് കിട്ടി. അപ്പോൾ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് 24 ഗേൾസ് പ്ലസ് 20 ബോയ്സ്, ടോട്ടൽ 44 ആണ്. ഓക്കെ, ഇത് ഗേൾസ്, ഇത് ബോയ്സ്, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്ത് ചെയ്തു? ആൺകുട്ടികൾ 8 ആൾ വന്നില്ല. അപ്പോൾ 20ൽ നിന്ന് 8 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? കുറച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 12. അപ്പോൾ അന്ന് 12 ബോയ്സേ ഉള്ളൂ. ഓക്കെ, 20 - 8 = 12 ബോയ്സ്. അന്ന് ഗേൾസ് എത്ര തന്നെ ഉണ്ട്? 24 തന്നെ ഉണ്ട്. ഗേൾസിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ 24 എന്ന് പറയുന്നത് ഈ 12ൻ്റെ 2 ടൈംസ് അല്ലേ, ട്വൈസ് അല്ലേ. 24 = 2 × 12. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതായത് on a day when 8 boys were absent, the number of boys is 12. On that day, number of girls is 2 times the number of boys. That is 24 is equal to 2 times of 12. Okay. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു ക്വസ്റ്റ്യൻ 3.
See the third question. A man invested 10,000 rupees split into two schemes at annual rate of interest 8% and 9%. ഒരു വ്യക്തി എന്ത് ചെയ്തു 10,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു. രണ്ട് സ്കീമിലായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അത് അതായത് 10,000 റുപ്പീസ് എന്ത് ചെയ്തു രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്തതല്ല, രണ്ട് ഡിഫറെൻറ്റ് എമൗണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഒരു എമൗണ്ട് ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തു, മറ്റേ എമൗണ്ട് മറ്റേ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ഹി ഗോട്ട് 9% ഇൻട്രസ്റ്റ്, മറ്റേ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഹി ഗോട്ട് 8% ഇൻട്രസ്റ്റ്. ഒന്നിൽ 9% ഇൻട്രസ്റ്റും മറ്റതിൽ നിന്ന് 8% ഇൻട്രസ്റ്റും കിട്ടി. ആഫ്റ്റർ 1 year ഹി ഗോട്ട് 875 റുപ്പീസ് ആസ് ഇൻട്രസ്റ്റ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അയാൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കിട്ടി? 875 റുപ്പീസ് കിട്ടി. ദെൻ ഹൗ മച്ച് ഡിഡ് ഹി ഇൻവെസ്റ്റ് ഇൻ ഈച്ച്? അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും അദ്ദേഹം എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? അതായത് 9% ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര, 8% ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര, ആ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ടോട്ടൽ എമൗണ്ട് ഈസ് 10,000 റുപ്പീസ്. ഇതിൽ ഈ 10,000 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എത്ര വീതമാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ് ആയിട്ട് എടുക്കുക, മറ്റേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഈ ആകെ 10,000 ആയതുകൊണ്ട് 10,000 നിന്ന് എക്സ് മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ 2,000 റുപ്പീസാണ് എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10,000 നിന്ന് 2,000 കുറച്ചാൽ കിട്ടുന്ന 8,000 റുപ്പീസ് ആയിരിക്കും ഇത് രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണോ അതെന്ത് ചെയ്യുക? 10,000 നിന്ന് കുറയ്ക്കണം. അപ്പോഴാണ് രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞാൽ രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. ഓക്കെ, ഒന്നെന്താണ് എക്സ് എന്ന് എടുക്കുന്നു, മറ്റേത് 10,000 മൈനസ് എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 50 റുപ്പീസാണ് വിചാരിക്കുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 5 റുപ്പീസാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 50 ആണ് വിചാരിക്കുക. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 5 ആണെങ്കിൽ മറ്റേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും? 45 ആയിരിക്കും. കാരണം എന്താ? ഈ 50ൽ നിന്ന് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്നതാണ് രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. ലൈക്ക് ദാറ്റ് ദി ടോട്ടൽ amount of investment is 10,000 rupees. So one is taken to be x, then the other will be 10,000 minus x. അങ്ങനെ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി. ഒന്നിന് 8% മറ്റതിന് 9%. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ 8% മറ്റതിന് 9% കാണാം, രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ്. എത്രയാണ് അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്? 875 റുപ്പീസാണ്. അപ്പോൾ 875 രൂപയാണ് അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. So x into 7%. 7% means 9%. 9% means 9/100. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എക്സ് എന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 9% എന്ന് പറഞ്ഞാൽ 9/100. പെർസെൻറ്റേജ് കാണുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 10,000 മൈനസ് എക്സ് ആണ്. ഇതിൻ്റെ ഒരു 8% എന്ന് പറഞ്ഞാൽ 8/100. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റ് ആണ്. എക്സ് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ് ആണത്. ഇത് 10,000 മൈനസ് എക്സ് എന്നുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് ഇത്. ഈ രണ്ട് ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യാം, പ്ലസ് ചെയ്യാം. ദെൻ വി വിൽ ഗെറ്റ് വാട്ട്? ടോട്ടൽ ഇൻട്രസ്റ്റ്. ടോട്ടൽ ഇൻട്രസ്റ്റ് ആൾക്ക് കിട്ടിയ എത്രയാണ്? 875 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ഇൻറ്റു 9 മീൻസ് 9x. സോ 9x/100 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? 10,000 മൈനസ് എക്സ് ഇൻറ്റു /100 എന്ന് വരും. അപ്പോൾ ഇതൊരു ഫ്രാക്ഷനാണ്. ഇത് വേറൊരു ഫ്രാക്ഷൻ. ഈ രണ്ട് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. സെയിം ഡിനോമിനേറ്റർ ആണ്. സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ ഇതിനെ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. ഇങ്ങനെ എഴുതാം, ഒറ്റ ഡിനോമിനേറ്റർ മതി. സോ വിൽ ഗെറ്റ് ലൈക്ക് ദിസ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 800
75. അപ്പോൾ നമ്മളിപ്പോൾ 2/3 ഈസ് ഈക്വൽ ടു 10 എന്നാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് x/3 ഈസ് ഈക്വൽ ടു 10 എന്നാണെങ്കിൽ വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 3 ആണ്. 10 ഇൻറ്റു 3, ഈ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതേപോലെ ഈ ന്യൂമറേറ്റർ കിട്ടാൻ നമുക്കിനി എന്ത് ചെയ്താൽ മതി? ഈ 100ഉം 875 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 875 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 87,500. ഇതിൻ്റെ കൂടെ 2 0 കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ന്യൂമറേറ്റർ കിട്ടും. ഇവിടെ കിട്ടുന്ന പോലെ എക്സ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 3 ആയി മാറുന്നത് പോലെ ദിസ് ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു 875 ഇൻറ്റു 100 എന്നായി മാറും. സോ വിൽ ഗെറ്റ് 9x പ്ലസ്, ഇതാണ് ന്യൂമറേറ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റും കൂടെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇതിങ്ങനെ തന്നെ എഴുതിയാൽ ന്യൂമറേറ്ററാണ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതിയാൽ ന്യൂമറേറ്ററിൽ മാറ്റമല്ല. അപ്പോൾ 8 ഇൻറ്റു 10,000. ഓക്കെ, 10,000. അപ്പോൾ 8 ഇൻറ്റു 10,000 ഈസ് 80,000 മൈനസ് എക്സ് ഇൻറ്റു 8 മൈനസ് 8x. അപ്പോൾ ഈ ന്യൂമറേറ്റർ എങ്ങനെയായി മാറി. പിന്നെ ഇവിടെ ഡിനോമിനേറ്റർ 100, ഈ 100 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ലൈനോ ഈ 100 ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എന്ത് വരും? 2 0 വരും. സോ 87500, ദാറ്റ് ഈസ് 87,500 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയുമായി. അപ്പോൾ ഇവിടെ 9x ഉണ്ട്, ഇവിടെ മൈനസ് 8x ഉണ്ട്. അപ്പോൾ 9x മൈനസ് 8x ഈസ് ഈക്വൽ ടു 1x. 1x മീൻസ് x. ഓക്കെ, ദെൻ ഹിയർ വി ഹാവ് 8,000. അപ്പോൾ പ്ലസ് 8,000 എന്ന് വരും. അതാണ് 8,000 അല്ല 80,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 87,500. ദെൻ വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ഈക്വൽ ടു 87,500. ഈ പ്ലസ് അങ്ങോട്ട് മൈനസ്, അപ്പോൾ മൈനസ് 80,000 എന്ന് വരും. സോ 87,500 മൈനസ് 80,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 7,500. അതാണെന്ത്? എക്സ്. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 7,500. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടി. 10,000 എന്നുള്ളതിനെ എക്സ് ആയും 10,000 മൈനസ് എക്സ് ആയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു എമൗണ്ട് എത്രയാണ്? 7,500. രണ്ടാമത്തെ കിട്ടാൻ എന്ത് ചെയ്യുക? 10,000 നിന്ന് 7,500 മൈനസ് ചെയ്യാം. ഓക്കെ, സോ 10,000 മൈനസ് 7,500 ഈസ് ഈക്വൽ ടു 2,500 നോട്ടു. ഈ 7,500ഉം 2,500ഉം രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? 10,000 റുപ്പീസ്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്? 7,500 റുപ്പീസും 2,500 റുപ്പീസുമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? ഹൗ ഡിഡ് ഹി ഇൻവെസ്റ്റ് ഇൻ ഈച്ച്? എങ്ങനെയാണ് ഓരോന്നിലും അയാൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ റൈറ്റ് investments are 7,500 and 2,500 rupees. Okay, 7,500ഉം 2,500ഉം റുപ്പീസാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി 2 more questions are there. Those 2 more questions we can discuss. We can discuss those 2 more questions in the next class. Okay, thank you.